സമീപകാലത്ത് അരിക്ക് വില കുതിച്ചുയരാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മൾ നമ്മുടെ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. വാഹനത്തിൽ നിറയ്ക്കുന്ന പെട്രോളും അടുക്കളയിലെ അരിയും തമ്മിൽ ഒരു അമ്മ പറ്റ അളിയന്മാരെ പോലെ തന്നെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡിംഗ് പദ്ധതി ഭക്ഷ്യസുരക്ഷയും സാധാരണക്കാരന്റെ ജീവിത ചെലവിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിനും കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു നല്ല പദ്ധതിയാണ് എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അഥവാ EBP. പെട്രോളിൽ ജൈവവസ്തുക്കളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എഥനോൾ ഒരു നിശ്ചിത ശതമാനം ചേർക്കുന്നതിനെയാണ് എഥനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത്. 2030 പെട്രോളിൽ 20% എഥനോൾ ചേർക്കുക എന്നതായിരുന്നു പ്രാഥമികമായ ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യം 5 വർഷം മുൻപേ തന്നെ, അതായത് 2025 തന്നെ കൈവരിക്കാൻ സർക്കാർ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ഈ ദ്രുതഗതിയിലുള്ള മാറ്റമാണ് നിലവിലെ ഈ വിഷയം സംബന്ധിച്ച ചർച്ചകൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആഹാരമായ അരി എങ്ങനെ ഇന്ധനമായി മാറുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എഥനോൾ ഉൽപാദനത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് കരിമ്പിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. എന്നാൽ E20 എന്ന വലിയ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ കരിമ്പ് കൊണ്ട് മാത്രം മതിയാവത്തില്ല. ഇതോടെയാണ് സർക്കാർ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളെ, പ്രത്യേകിച്ച് ചോളവും അരിയും എഥനോൾ നിർമ്മിക്കാനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയത്.